മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു വലിയ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കമ്മീഷണറും അതിനുശേഷം പ്രസിഡന്റുമായിരുന്ന ശ്രീ എൻ വാസു ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ ഒരു അടിയാണ് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. കാരണം ശ്രീ എൻ വാസു എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇരുത്തം വന്ന മുൻനിര നേതാക്കളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മുൻപ് ഇടതുപക്ഷ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്രീ പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ ബന്ധവുമൊക്കെ അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം എത്തി നിന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 വട്ടത്തെ കമ്മീഷണർ എന്ന പദവി കഴിഞ്ഞ് പ്രസിഡന്റ് കൂടി ആയതിനു ശേഷമാണ്. ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളായിരുന്നു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ലഭിച്ച പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചതായിട്ടുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ എത്ര ഗണനീയമായിരുന്നു എന്ന് മനസ്സിലാക്കാനായി കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒരു അഗ്നി പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഇനിയും കഷ്ടിച്ച് 10-20 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസ്യതയെ പോലും തകർക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കെ വാസു, ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന കെ വാസു ഇപ്പോൾ റാന്നിയിലെ മജിസ്ട്രേറ്റിന്റെ ഭവനത്തിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇനിയും കസ്റ്റഡിയിലാക്കുമോ അതോ അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം, പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്നറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പുറത്തു വന്നിട്ടില്ല. ഇതിന് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതായിട്ടുള്ള ശബരിമലയിലെ സ്വർണപ്പാളികളൊക്കെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ ചെമ്പ് പാളികളാക്കുകയും അതിഭയങ്കരമായിട്ടുള്ള പകൽ കൊള്ള നടത്തി അവിടുത്തെ സ്വർണം തട്ടിയെടുക്കുകയും ചെയ്ത ഒരു ശൃംഖലയിലെ മുഖ്യ കണ്ണി എന്ന രീതിയിലാണ് ഇപ്പോൾ SIT അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വാസുവിനെ കണ്ടെത്തിയിരിക്കുന്നതും പെടുത്തിയിരിക്കുന്നതും. അദ്ദേഹം ഈ കേസിലെ 3-ാം പ്രതിയാണ്. 4, 5, 6 പ്രതികളെയൊക്കെ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടും എന്തുകൊണ്ടാണ് 3-ാം പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാത്തതെന്നുള്ള ചോദ്യം പൊതുസമൂഹം കുറെ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതെയാണ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരു അഭിഭാഷകൻ, സാധാരണ അഭിഭാഷകനായി ഉയർന്നുയർന്നു വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയായ ഇദ്ദേഹം ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് തോന്നുന്നില്ല. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും വൻകിട നേതാക്കന്മാർ, വൻനിര CPM നേതാക്കന്മാർ ഈ കൊള്ളയുടെ പങ്കാളികളായി തീരും എന്ന് തന്നെയാണ് കരുതേണ്ടത്. വരും ദിവസങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അടികൾ ഇതിനേക്കാളൊക്കെ വളരെയേറെ ശക്തിയുള്ളതായിരിക്കും. വല്ലാതെ പാർട്ടി ഇതിനെ പ്രതിരോധിക്കാനായി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. വൻകിട നേതാക്കന്മാരൊക്കെ ഇതിന് വിശദീകരണം നൽകേണ്ടതായിട്ട് വരും. അവിടുത്തെ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയതും സ്വർണ്ണവാതിലുകൾ ചെമ്പാണ് എന്നൊക്കെ രേഖപ്പെടുത്തി കൊടുത്തയച്ചതും ഒക്കെ അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് അഡ്വക്കേറ്റ് ആയിരുന്ന ശ്രീ എൻ വാസു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ സംഘം സംശയാതീതമായി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇനിയും ചോദ്യം ചെയ്യാൻ പോകുന്നതും തുടർ നടപടിയിലേക്ക് പോകുന്നതും. അതുകൊണ്ട് ഇത് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു.
ശബരിമല ക്ഷേത്രത്തിലെ വാതിൽപ്പാളികൾ ഇളക്കി കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ സ്വർണ്ണ വാതിൽപ്പാളികളായിരുന്ന അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ഈ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന ഈ എൻ വാസുവിന്റെ അറിവോടുകൂടിയായിരുന്നു. അദ്ദേഹം പിന്നീട് പ്രസിഡന്റ് ആയപ്പോഴും അതിന് പരിഹാര ക്രിയകളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഈ കൊള്ളയ്ക്കൊക്കെ കൂട്ടുനിന്നതായ ഒരു സംഘത്തിലെ അംഗം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മേൽ തുടർന്നുള്ള അന്വേഷണവും വിചാരണയും നടപടികളുമൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതെങ്ങനെയാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കാൻ പോകുന്നത് ഈ സന്ദർഭത്തിൽ എന്നിരുന്നത് എന്നൊക്കെ ഉള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഏതായാലും പൊടുന്നനവേ ഈ എൻ വാസുവിന്റെ അറസ്റ്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവെയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ ഈ മുന്നണിയുടെ തന്നെ കെട്ടുറപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത.